മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ നല്ല കോമൺ ആയിട്ട് ഇപ്പോൾ കഞ്ചാവൊക്കെ പിടിച്ച ആൾക്കാർക്ക് വളരെ കൂളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നതും അവർക്ക് ജാമ്യം കിട്ടുമെന്നും അവർക്കറിയാം. സോ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ടിനി ടോമിൻ്റെ മകൻ കഞ്ചാവുമായിട്ട് പിടിയിലെന്നൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സാധാ പോലെ അങ്ങ് ആ വാർത്ത പോയേനെ. പക്ഷേ ടിനി ടോം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സത്യം പറഞ്ഞ ഈ ഒരു വാർത്ത ഭയങ്കര ട്രെൻഡി ആവാൻ അല്ലെങ്കിൽ ട്രോളുകൾ വരാനുള്ള മെയിൻ റീസൺ. ഈ ടിനി ടോം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ ഈ പോലീസ് യോദ്ധാവ് ബോധവൽക്കരണത്തിൻ്റെ അംബാസഡറാണ് ഈ ടിനി ടോം എന്ന് പറയുന്ന ആൾ. അപ്പോൾ ടിനി ടോം വേദിയിൽ കയറി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് പ്രമുഖ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനായിട്ട് ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞു പോവണ്ട, അവനെ വിടണ്ട, ബിക്കോസ് സിനിമയിലൊക്കെ ലഹരിയുടെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ എൻ്റെ മോനെ വിടുന്നില്ല എന്നുള്ളൊരു ഒരു വാചകമൊക്കെ പുള്ളിക്കാരൻ ആ ഒരു സ്റ്റേജിൽ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ട്രോള് മഴയായിട്ട് ടിനി ടോമിന് ചിലപ്പം ഏറിക്കറി അങ്ങ് ബഹിരാകാശത്ത് പോയിട്ടുണ്ടാവണം സംഭവം. പിന്നെ ഈ ലഹരി കേസിൽ ടിനി ടോമിൻ്റെ മകൻ മകനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സംഭവം കൂടെ ആയപ്പോഴത്തേക്കും ഈ ട്രോളർമാർക്കും ട്രോളുകൾക്കും ഭയങ്കര പേര് മഴയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഈ ലഹരിക്കെതിരെയുള്ള അംബാസഡർ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ മകൻ ഇപ്പോൾ ആളെ കുറ്റം പറഞ്ഞിട്ടും നമുക്ക് കാര്യമില്ല. ബിക്കോസ് വിശ്വസിക്കുന്ന നമ്മുടെ മക്കൾ ചിലപ്പം നമ്മുടെ അറിവോടെയല്ല ഇതൊന്നും ചെയ്യുന്നത്. സോ ഈ ഒരു എന്താ പറയുക, രാത്രി നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസുകാരാണ് ഇവന്മാർ ഈ നൈറ്റ് പോലീസുമാരെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് പതുങ്ങി. അപ്പോഴത്തേക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരാളുടെ പോക്കറ്റിൽ നിന്നും ഈ 4 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ 22 നടന്ന സംഭവമാണ് കേട്ടോ, 22 നടന്ന സംഭവമാണ്. ഇന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 4 ഗ്രാം ഈ ഒരു കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കേസാക്കാൻ പറ്റത്തില്ല. അപ്പം എത്ര ഗ്രാം ഉണ്ടോ അത്രയും വെച്ചിട്ടാണ് നമ്മൾ കേസാക്കുന്നത്. സോ 4 ഗ്രാമൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ ഓൾറെഡി ഈ ടിനി ടോം ഈസ് എ അംബാസഡർ ഓഫ് ദിസ് ലഹരിക്കെതിരെയുള്ള എല്ലാത്തിനും ഭയങ്കര അംബാസഡറും കാര്യങ്ങളും ഘോരം പ്രസംഗിക്കുകയും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രോൾ മഴയും ഇത്രയും ട്രെൻഡിങ് ആവാനുള്ള കാരണം. എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കുട്ടികളെ ലഹരിയിൽ എന്നുവെച്ചാൽ നമ്മുടെ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക. ബിക്കോസ് നമ്മൾ എത്ര പൊതിഞ്ഞു പിടിച്ചാലും എന്തെങ്കിലും ഒരു സ്റ്റേജ്, ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വിട്ടുപോകും. സോ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് കുട്ടികൾ ചെയ്യുന്നതെന്ന്.